ഇതൊരിക്കലും ഒരു മോട്ടിവേഷണൽ വീഡിയോ അല്ല. ലോകത്തുള്ള ലക്ഷോപലക്ഷം വരുന്ന മനുഷ്യരുടെ ജീവിതത്തിൽ മാറ്റം വരുത്തിയ, അവരെ ഒന്ന് ചിന്തിക്കാൻ പ്രേരിപ്പിച്ച ഒരു ബുക്ക്. ആ ബുക്ക് എന്നെ എത്രത്തോളം സ്വാധീനിച്ചു, എനിക്ക് എത്രത്തോളം ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നതിൻ്റെ നേർചിത്രം മാത്രമാണ് ഞാൻ പറയാൻ പോകുന്നത്. എൻ്റെ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുറച്ചു പേർക്കെങ്കിലും ഈ ബുക്ക് വായിക്കാനും ഈ ബുക്കുമായി കണക്റ്റ് ആവാനും ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്താൻ സാധിച്ചാലും ഞാൻ ഈ വീഡിയോ ചെയ്തതിൽ എന്തെങ്കിലും ഒരു മീനിങ് ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. ഞാൻ ഈ ബുക്ക് വായിക്കുന്നതിന് മുമ്പ് എൻ്റെ ലൈഫ് എത്രത്തോളം മെസ്സപ്പായിരുന്നു എന്ന് എനിക്കിപ്പോൾ മനസ്സിലാകും. ഇമോഷണലി ഭയങ്കര വീക്കായിരുന്നു. ഒരു ഡിസിഷൻ തനിയെ എടുക്കാനുള്ള കേപ്പബിലിറ്റി ഇല്ലായിരുന്നു. തനിയെ ട്രാവൽ ചെയ്യാനുള്ള ധൈര്യമില്ലായിരുന്നു. എൻ്റെ ലൈഫ് മീനിങ്ലെസ് ആണെന്ന് ചിന്തിച്ചു കൊണ്ടിരുന്ന കാലം. എൻ്റെ ഏർലി 20s ഞാൻ ഒരു ഭീരുവായ വ്യക്തിയായിരുന്നു. എന്തിനോ വേണ്ടി ജീവിക്കുന്നു, എന്തൊക്കെയോ ഡെയിലി ലൈഫിൽ നടക്കുന്നു. ഇമോഷണലി ആണെങ്കിൽ പോലും എൻ്റെ ദേഷ്യം എന്ന് പറയുന്നത് കരച്ചിലാണ്. ഒരാളോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുമ്പോൾ തന്നെ കണ്ണ് നിറഞ്ഞ് ശബ്ദമിടറി സംസാരിക്കാൻ കഴിയില്ലായിരുന്നു. എന്ത് കാര്യത്തിലും കരച്ചിൽ മാത്രമായിരുന്നു. തനിയെ എടുക്കുന്ന ഡിസിഷൻസോ അട്ടർ ഫ്ലോപ്പ് ആയിരുന്നു. ഒരാളുടെ മുന്നിൽ ചെന്ന് നിന്ന് സംസാരിക്കാൻ പോലും പേടിയായിരുന്നു. ഒരു ഓഫീസിൽ ചെന്നാൽ സംസാരിക്കാൻ പേടി. അങ്ങനെ എല്ലാ കാര്യത്തിനും പേടിയും ടെൻഷനും ആങ്സൈറ്റിയും ഒക്കെയായി ഒരു അവിയൽ പരുവത്തിലായിരുന്നു എൻ്റെ ലൈഫ്. കേൾക്കുമ്പോൾ വിയേർഡായിട്ടുള്ള ഒരു എക്സാമ്പിൾ പറയാം. ഞാൻ നേരിട്ടിരുന്ന ആങ്സൈറ്റിയുടെ പീക്ക്. എനിക്ക് അസുഖമായി ഹോസ്പിറ്റലിൽ പോയാൽ ഡോക്ടറെ കാണുമ്പോൾ ടെൻഷൻ അടിച്ച് പറയേണ്ട കാര്യങ്ങളൊക്കെ മറന്നുപോകും. അതുപോലെ തന്നെ ഹസ്ബൻഡുമായൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് തർക്കമുണ്ടായാൽ എൻ്റെ ഭാഗത്ത് ശരി ഉണ്ടെങ്കിൽ പോലും എനിക്കത് സംസാരിച്ച് എൻ്റെ ഭാഗം ന്യായീകരിക്കാൻ കഴിയില്ലായിരുന്നു. എനിക്ക് എന്നോട് തന്നെ സഹതാപം തോന്നിയിരുന്നു ആ സമയത്തൊക്കെ. അങ്ങനെ എൻ്റെ 20കളുടെ പകുതി കഴിഞ്ഞപ്പോഴേക്കുമാണ് മാറണം എന്ന ചിന്ത എൻ്റെ മനസ്സിലേക്ക് ആഴത്തിൽ പതിഞ്ഞതും യാദൃച്ഛികമായി ഈ ബുക്ക് എന്നിലേക്ക് എത്തുന്നതും. ഒരു ബോറൻ ലൈഫ് സ്റ്റൈലിൽ നിന്നും എൻ്റേതായ ഒരു ലോകം ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞത് എനിക്ക് ഈ ബുക്കിൽ നിന്നും എൻ്റെ ചുറ്റുപാടുമുള്ള ചില മനുഷ്യരിൽ നിന്നുമുള്ള പ്രചോദനമാണ്. രാത്രിയിൽ ഒരുപാട് താമസിച്ചുറങ്ങിയിരുന്നു. രാവിലെ ഒരുപാട് ലേറ്റായി വളരെ ടയേർഡായി എഴുന്നേറ്റ് ഒരു ദിവസം വളരെ കഷ്ടപ്പെട്ട് തള്ളി നീക്കിയിരുന്ന ഒരു ടൈമായിരുന്നു അന്നൊക്കെ. ഡിസിപ്ലിൻഡ് ആയ ഒരു ലൈഫ് സ്റ്റൈൽ അല്ലായിരുന്നു അതെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. എന്നാൽ എങ്ങനെ ഇതിനൊക്കെ ഒരു മാറ്റം കൊണ്ടുവരും എന്നതിന് എനിക്ക് ഒരു ബോധ്യവുമില്ലായിരുന്നു. ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചു വാങ്ങിയ ബുക്കല്ലായിരുന്നു ഇത്. കേവലം ഒരു വീഡിയോ കണ്ട് ചുമ്മാതെ നോക്കാം എന്ന് കരുതിയാണ് വാങ്ങിയത്. എന്നാൽ ഇക്കിഗായ്, തിങ്ക് ലൈക്ക് എ മോങ്ക് ഒക്കെ ഒരുപാട് ആഗ്രഹിച്ച് വാങ്ങിയ ഒരു ബുക്കായിരുന്നു. ബട്ട് അതൊന്നും എനിക്ക് ഈ ബുക്കിനോളം കണക്റ്റ് ആയിട്ടില്ല. ഈ ബുക്ക് വായിച്ചതിൽ നിന്ന് ഞാൻ എന്ത് പഠിച്ചു എന്നതിന് ഉത്തരം ഈ വീഡിയോ മുഴുവൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഇതാണ് ദ സീക്രട്ട്. ശരിക്കും സീക്രട്ടാണ് കേട്ടോ. ഇതിൽ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും സ്യൂഡോ സയൻസ് ആണെന്ന വാദമൊക്കെ നിലനിൽക്കുന്നുണ്ട്. സയൻറ്റിഫിക് സൈഡ് ഒന്നും എനിക്കറിയില്ല. എൻ്റെ ലോജിക്കിൽ എനിക്ക് ഈ ബുക്ക് വർക്കാണ്. സോ നിങ്ങൾക്കും ഹെൽപ്ഫുൾ ആവുമെന്ന് ഞാൻ കരുതുന്നു. ഈ ബുക്ക് എന്നെ പഠിപ്പിച്ച 3 ചെറിയ വലിയ കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് വൺ, ലൈഫ് ചേഞ്ചസ് ഡസൻ ഹാപ്പൻ സഡൻലി. ചെറിയ ചെറിയ മാറ്റങ്ങളിലൂടെയും ചെറിയ ഹാബിറ്റ്സിലൂടെയും വലിയ മാറ്റത്തിന് തുടക്കമിടാം. അതായത് ഇപ്പോൾ എഴുന്നേൽക്കുന്നതിലും 1 അവർ നേരത്തെ എഴുന്നേൽക്കാം. പ്ലാനിങ് എ ഡേ, ജേണൽ, അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ തന്നെ മാറ്റം കൊണ്ടുവന്ന് വലിയ ഗോൾസിലേക്ക് എത്തിച്ചേരാം. സെക്കൻഡ് വൺ, ചേഞ്ച് യുവർ മൈൻഡ് സെറ്റ്. മുമ്പൊക്കെ ഞാൻ മോട്ടിവേഷണൽ വീഡിയോസ് കേൾക്കുമായിരുന്നു. ജസ്റ്റ് കേൾക്കത്തേ ഉള്ളൂ. ലൈഫിലേക്ക് കൊണ്ടുവരാനുള്ള എനർജി എനിക്കില്ലായിരുന്നു. ആഗ്രഹമുണ്ട് മാറണമെന്ന്, എന്നാൽ എഫേർട്ട് എടുക്കാൻ വയ്യായിരുന്നു. നമ്മളൊരു കാര്യം ആഗ്രഹിച്ചാൽ അത് നേടാനായി പ്രപഞ്ചം പോലും നമ്മുടെ കൂടെ നിൽക്കുമെന്നല്ലേ പൗലോ കൊയ്ലോ അദ്ദേഹത്തിൻ്റെ ആൽക്കമിസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. ഒരു കണക്കിന് ലോ ഓഫ് അട്രാക്ഷൻ അദ്ദേഹം ഒരു സ്റ്റോറിയായി നമുക്ക് ആൽക്കമിസ്റ്റിൽ കാണിച്ചു തന്നു. റോണ്ട ബെൻ അദ്ദേഹത്തിൻ്റെ ഒരുപാട് കാലത്തെ അന്വേഷണത്തിലൂടെ റിസർച്ചിലൂടെയും കണ്ടുപിടിച്ച കാര്യങ്ങൾ സീക്രട്ടിൽ എഴുതി നമുക്ക് മുന്നിൽ എത്തിച്ചു. രണ്ടിലും നമ്മൾ കാണുന്നത് ഉള്ളിൽ അണഞ്ഞുപോയ തീയെ ആളിക്കത്തിക്കാനുള്ള പവർഫുൾ വേർഡ്സ് ആണ്. തേർഡ് വൺ, നമ്മൾ എന്ത് ചിന്തിക്കുന്നോ അതാണ് നമ്മളുടെ ജീവിതത്തിലേക്ക് വരുന്നത്. അതാണ് ലോ ഓഫ് അട്രാക്ഷൻ. നിങ്ങൾക്ക് ഈ ബുക്ക് വായിക്കുമ്പോൾ അത് വ്യക്തമായി മനസ്സിലാവും. എൻ്റെ ചിന്തകളെയും എൻ്റെ ജീവിത വഴികളെയും മാറി ചിന്തിക്കാൻ എന്നെ പ്രേരിപ്പിച്ച ഈ ബുക്കിനോട് എന്നും ഞാൻ താങ്ക്ഫുൾ ആയിരിക്കും. ഈ ബുക്ക് എന്നെ പഠിപ്പിച്ചത് എൻ്റെ ചിന്തകളുടെ പവർ എൻ്റെ ജീവിത രീതിയെ എങ്ങനെ മാറ്റാൻ സഹായിക്കുന്നു എന്ന പ്രഥമ പാഠമാണ്. ഈ ബുക്ക് മനസ്സിലാക്കാൻ ഞാൻ ഒരുപാട് സമയമെടുത്തു. സ്റ്റിൽ ഞാൻ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. ഇത് വായിച്ചു കഴിഞ്ഞ് എനിക്ക് കിട്ടിയ എനർജി ജീവിതത്തിൽ മറ്റൊരു മോട്ടിവേഷണൽ ക്ലാസ്സിൽ നിന്നും കിട്ടിയിട്ടില്ല. എന്തിനേയും പേടിയോടെ ഭയന്നിരുന്ന, ജഡ്ജ്മെന്റിനെ പേടിച്ചിരുന്ന, ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യാൻ കൺഫ്യൂഷനായിരുന്ന എനിക്ക് ഈ ബുക്കിൽ നിന്ന് വ്യക്തമായൊരു ഉത്തരം കിട്ടി. എൻ്റെ പേടികളെ ഞാൻ വിശ്വാസം കൊണ്ടും സംശയങ്ങളെ പ്രതീക്ഷ കൊണ്ടും പരാതികളെ ഗ്രാറ്റിറ്റ്യൂഡ് കൊണ്ടും ഞാൻ നേരിട്ടു. ഈ ബുക്ക് എന്നെ വിശ്വസിക്കാൻ പഠിപ്പിച്ചു. ഐ ഡിസേർവ് എ പീസ്ഫുൾ ലൈഫ്. ഐ ഡിസേർവ്
സക്സസ്. ഐ ഡിസേർവ് ഹാപ്പിനെസ്. ഞാൻ വിഷ്വലൈസ് ചെയ്യാൻ തുടങ്ങി. എൻ്റെ സ്വപ്നങ്ങൾ അവയൊക്കെ എഴുതാൻ തുടങ്ങി. അതിൽ ഞാൻ ഗ്രേറ്റ്ഫുള്ളായി. എന്ത് ചെറിയ സന്തോഷത്തിലും ഞാൻ ഗ്രേറ്റ്ഫുള്ളായി. എൻ്റെ സ്വപ്നങ്ങൾ എന്നിലേക്ക് എത്തുന്നതായി ഞാൻ സ്വപ്നം കണ്ടു. മെല്ലെ അതൊക്കെ എന്നിലേക്ക് എത്തിത്തുടങ്ങി. സോ സ്ലോലി എൻ്റെ ആക്ഷൻസ് ചേഞ്ച് ആയി തുടങ്ങി. ഇതുവരെയുള്ള ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ആകാൻ തുടങ്ങി. മൈ ലൈഫ് ബിക്കം മോർ ഡിസിപ്ലിൻ, മോർ ഫോക്കസ്ഡ് ആൻഡ് മോർ കോൺഫിഡൻറ്റ്. എൻ്റെ ജീവിതം അല്ലെങ്കിൽ എൻ്റെ ലൈഫ് സ്റ്റൈൽ ഒരിക്കലും പെർഫെക്റ്റ് ആണെന്ന് പറയില്ല. ബട്ട് മൈ മൈൻഡ് സെറ്റ് ബിക്കം പവർഫുൾ ആൻഡ് ദാറ്റ്സ് ദ ബിഗസ്റ്റ് മോട്ടിവേഷൻ ദിസ് ബുക്ക് ഗവ് മീ. ഈ ബുക്കിൽ മാജിക്കൽ വേർഡ്സോ നമ്മളെ നന്നാക്കാമെന്ന പ്രോമിസോ ഇല്ല. ഇറ്റ് ഗിവ് us റെസ്പോൺസിബിലിറ്റി ഫോർ അവർ തോട്ട്സ് ആൻഡ് അവർ ഫ്യൂച്ചർ. ഞാൻ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഡൗൺ ആയിരുന്നാൽ ഈ ബുക്കിൻ്റെ ഏത് പേജ് മുതൽ വായിച്ചു തുടങ്ങിയാലും എനിക്ക് പെട്ടെന്ന് തന്നെ മോട്ടിവേറ്റ് ആകാൻ കഴിയും. ഈ ബുക്ക് നിങ്ങൾ ക്യാഷ് മുടക്കി വാങ്ങിച്ചാൽ നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമുണ്ടാകില്ല. അതിന് എൻ്റെ ഉറപ്പാണ്. നോവൽ പോലെയൊക്കെ വായിക്കാം എന്ന് കരുതി ആരും ഈ ബുക്ക് വാങ്ങിക്കരുത്. ഇത് വെറുതെ വായിച്ചു പോകാനുള്ളൊരു ബുക്കല്ല. മറിച്ച് ഓരോ പേജും ജീവിതത്തിൽ നമ്മൾ എങ്ങനെ നമുക്ക് വേണ്ടി മോട്ടിവേറ്റഡ് ആയി മുന്നോട്ട് പോകാം എന്നതിൻ്റെ ഒരു വഴികാട്ടിയാണ്. ആർക്കെങ്കിലും ബുക്ക് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. ഡാം ഷുവർ ഈ ബുക്ക് നിങ്ങൾക്ക് ഒരിക്കലും ഒരു നഷ്ടമാകില്ല. നിങ്ങൾ ഈ ബുക്കിന് വേണ്ടി ചിലവാക്കുന്ന ഓരോ രൂപയും നിങ്ങൾക്ക് നഷ്ടമായി എന്ന് തോന്നില്ല. അപ്പം നിങ്ങളിത് ഒരിക്കലെങ്കിലും വായിച്ചിരിക്കേണ്ട ബുക്കാണ്. അപ്പം ഇത് വായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം ബൈ.